എല്ലാവർക്കും സൈറ ലുണിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ എല്ലാവരും ആ ടെസ്റ്റ് പേപ്പറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബേസിക്സ് തന്നെയായിരുന്നു ഇപ്രാവശ്യം ഇട്ടിരുന്നത് അല്ലേ? നമ്മൾ ഫ്രാക്ഷൻസിന്റെ ബേസിക്സ് ആയിരുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്തത്. സോ അതെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അതിന്റെ ആൻസർ കീ അതിന്റെ ആൻസർ കീ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ആൻസേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ? നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അല്ലേ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇങ്ങനെ 7/4 പ്ലസ് 2/5 പ്ലസ് 1/10 പ്ലസ് 3/4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം അല്ലെ? അപ്പൊ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ നേരത്തെ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം, മൈനസ് ചെയ്യാനാണെങ്കിൽ മൈനസ് ചെയ്ത് വെക്കാം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? പക്ഷേ ഇവിടുത്തെ കേസിൽ ഇത് ന്യൂമറേറ്റേഴ്സ് ഡിനോമിനേറ്റേഴ്സ് എന്തല്ല സെയിം അല്ല ഇവിടുത്തെ കേസിൽ. പിന്നെ എന്തും അല്ല ഇവിടെയുള്ള ഫ്രാക്ഷൻസും അല്ല ഇവിടെ ഉള്ളത്. രണ്ടിൽ കൂടുതൽ ഫ്രാക്ഷൻസ് വന്നാൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഏതൊക്കെയാണ് ഇവിടുത്തെ സംഖ്യകൾ ഏതൊക്കെയാണ്? ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? 4, 5, 10, 4. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കേസ് ഈ 4ന്റെയും 5ന്റെയും 10ന്റെയും വീണ്ടും 4 ആവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് 4 ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4, 5, 10 ഈ മൂന്ന് സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പണി. 4, 5, 10 ഈ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ് LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ? LCM എന്ന് വെച്ചാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലെ? ഓക്കെ, മൾട്ടിപ്പിൾസിൽ അതായത് ഈ സംഖ്യകളിലൊക്കെ മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസിൽ മൂന്നെണ്ണത്തിന്റെയും മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അത് ആദ്യം തന്നെ പറയാം. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ മാത്രമല്ല ആവശ്യമായിട്ട് വരിക കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വർക്ക് ആൻഡ് ടൈമും അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് LCM എന്നുള്ള സാധനം. LCM ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അപ്പൊ എന്താണ് LCM? എങ്ങനെയാണ് LCM എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. LCM എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റ് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുതിന് ഈക്വലോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തെന്ന് പറയുന്ന സാധനം? LCM എന്ന് പറയുന്ന സാധനം. തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? അല്ലെ? ആ ആണോ ഇവിടുത്തെ LCM നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബാക്കി സംഖ്യകളിലെ ഇവിടെ രണ്ട് സംഖ്യകളാണ് ബാക്കിയുള്ളത് 4ഉം 5ഉം. ആ രണ്ട് സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണോ 10 നോക്കാം. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10, പക്ഷെ 4ന്റെ മൾട്ടിപ്പിൾ ആണോ 10? അല്ല അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 4, 8, 12, 16 അങ്ങനെയല്ലേ പോവാ? അപ്പൊ അതിൽ 10 വരുന്നില്ലല്ലോ? ഇല്ല. തന്നിരിക്കുന്ന ബാക്കിയുള്ള രണ്ട് സംഖ്യകളെയും ഇവിടെ രണ്ട് സംഖ്യകളായതുകൊണ്ട് രണ്ട് സംഖ്യകൾ എടുത്ത് പറയുന്നു. ഇപ്പൊ മൊത്തത്തിൽ 4 സംഖ്യയാണ്. അതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്ത് ബാക്കിയുള്ള 3 സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണോ ആ വലിയ സംഖ്യ നോക്കും. അങ്ങനെ എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണ് ആ വലിയ സംഖ്യയെങ്കിൽ അതായിരിക്കും അവിടുത്തെ LCM. പക്ഷെ ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ അല്ല 10. എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം കേട്ടോ. 4ന്റെ മൾട്ടിപ്പിൾ അല്ല 10. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താ? 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. ഓക്കെ, 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 20 ആണ് അല്ലെ? ആ 20 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ. 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ. അല്ലെ? I 4 20, 4 × 5 20 അല്ലെ? ആണ്. അപ്പൊ 4ന്റെയും മൾട്ടിപ്പിൾ ആണ് 20, 5ന്റെയും മൾട്ടിപ്പിൾ ആണ് 20. സോ അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. അതായത് നമ്മൾ LCM കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റ് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും എപ്പോഴും LCM. ഏറ്റവും വലിയ സംഖ്യ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ത്? ആ തന്നിരിക്കുന്ന സംഖ്യ ഏറ്റവും വലിയ സംഖ്യ ബാക്കിയുള്ള ചെറിയ സംഖ്യകളുടെയൊക്കെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അല്ലെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. ആ വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. ബാക്കി തന്നിരിക്കുന്ന ചെറിയ സംഖ്യകളുടെയൊക്കെ മൾട്ടിപ്പിൾ ആണോ ആ സംഖ്യ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും അവിടുത്തെ LCM. ഇനിയിപ്പോ ഇവിടെ 20 അല്ലെങ്കിൽ അടുത്ത നമ്മൾ 30 എടുത്ത് പരിശോധിക്കണം. 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 30 ആണല്ലോ. അപ്പൊ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് LCM കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ LCM എത്ര കിട്ടി? 20 ആണ് ഇവിടുത്തെ LCM ആണല്ലോ. നമ്മൾ ഇത് കൂട്ടുമ്പോൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏതൊക്കെ തമ്മിലാണ് കൂട്ടുന്നത്? 7/4നെ അല്ലെ 2/5 ആയിട്ട് കൂട്ടണം. Then 1/10 ആണല്ലോ. Then 3/4 ഇതാണല്ലോ കൂട്ടേണ്ടത്. യെസ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LCM 20 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇവിടുത്തെ ഡിനോമിനേറ്റർ. ആ 20 ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസിൽ നമുക്ക് നോക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണെന്ന് തോന്നിയേക്കാം. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നോക്കാം. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസും അല്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയരുത്. നമ്മൾ ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പൊ ഇവിടുത്തെ LCM എത്രയാണ്? 20 ആണ്. ആ LCM ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. നമ്മുടെ ആൻസറിലെ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. 20 നമ്മൾ എഴുതി വെച്ചു. അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി നിങ്ങൾ നോക്കേണ്ടത് ഈ 7/4 താഴെ കിടക്കുന്ന 4ലെ
അത് എങ്ങനെയാ 20 ആവുക നോക്കിയേ. 4 എങ്ങനെയാ 20 ആവുക? 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 20 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക. ആണല്ലോ? അല്ലെ? 4നെ 5 കൊണ്ട് ഗുണിച്ചാലല്ലേ 20 കിട്ടുക? അതേ സംഖ്യ വെച്ച് മുകളിലും ഗുണിക്കുക. 7 5 35. ആ 35 ഇവിടെ എഴുതാം. ഓക്കെ. then അടുത്തത് ഈ 5 എങ്ങനെ 20 ആവും നോക്കുക. അതായത് ഓരോ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് എന്താക്കി മാറ്റണം? നമ്മുടെ LCM ആക്കി മാറ്റണം. 5 എങ്ങനെ 20 ആവും? 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടുക അല്ലെ? അതിനാല് 20 അല്ലെ? അപ്പൊ അതേ 4 വെച്ച് മുകളിലും ഗുണിക്കാം. സോ 2 into 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8. ആൻഡ് ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ആ പ്ലസ് എടുത്ത് അതേപോലെ എഴുതി പ്ലസ് 8. ഓക്കെ. അടുത്ത 10 എങ്ങനെ 20 ആവും? 10നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക അല്ലെ? അപ്പൊ അതേ 2 കൊണ്ട് മുകളിലും ഗുണിക്കാം. ഓർ 2 2. സോ 2 എന്ന് നമ്മൾ എഴുതി. ഓക്കെ. അടുത്ത 4നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടാം? 5 കൊണ്ട് ഗുണിച്ചാലാണ്. അതേ 5 വെച്ച് മുകളിലും ഗുണിക്കാം. 3 5 15 അല്ലെ? സോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. എത്ര കിട്ടാം? 35 8 43, 43 2 45, 45 15 60 എന്ന് കിട്ടും അല്ലെ? 60/20. സോ നോക്കൂ, നമ്മൾ ആ 20 ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ആൻസർ എഴുതി വെച്ചിരുന്നെങ്കിൽ 61/20 ചിലപ്പോൾ നമുക്ക് ഇവിടെ 11/20 പകരം ഒരു 11/30 ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ എഴുതി വെക്കും? 61/20 ആൻസർ ആയിട്ട് എഴുതി വെക്കും. കാരണം ഡിനോമിനേറ്റർ 20 വരുന്ന ആ ഒരു അക്ഷരം ഉള്ളൂ വിചാരിച്ചിട്ട്. പക്ഷേ 60/20 ആൻസർ എത്രയാ? 0 0 വെട്ടിപ്പോവും. 6 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. സോ ദ ആൻസർ ഈസ് 3 ഹിയർ. 3 ആണ് ഇവിടുത്തെ ആൻസർ. സോ ഒരു കാരണവശാലും ഡിനോമിനേറ്റർ കിട്ടി എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ LCM കിട്ടി എന്നുള്ളത് കൊണ്ട് അതായിരിക്കും അവിടുത്തെ ആൻസർ. അങ്ങനെ ഒരൊറ്റ ഡിനോമിനേറ്റർ നമ്മുടെ ഓപ്ഷനിൽ വരുന്നുള്ളത് കൊണ്ട് അതായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് നമ്മൾ വിചാരിച്ചു വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ പരിപാടി എന്താണ്? ഡിനോമിനേറ്റർ ആദ്യം കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ LCM ആയിരിക്കും. 4 5 10 4. 4 ഒരു പ്രാവശ്യം വന്നു. 4 5 10ന്റെ LCM കണ്ടുപിടിച്ചു. ആ 20 നമ്മൾ താഴെ എഴുതി വെച്ചു. എന്നിട്ട് ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റേഴ്സ് ഓരോ ഡിനോമിനേറ്റർ 20 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം നോക്കും. അതേ സംഖ്യ വെച്ച് നമ്മൾ ന്യൂമറേറ്ററിനെ ഗുണിക്കുന്നു. എന്നിട്ട് അത് നമ്മൾ എടുത്ത് താഴെ അങ്ങനെ എഴുതി വെക്കുന്നു. അവിടെ എല്ലായിടത്തും പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാം പ്ലസ് ചെയ്തു. ഇനി ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും മൈനസ് ആയിരുന്നെങ്കിൽ, ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ മൈനസ് എഴുതുമായിരുന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റ് വരും. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ഒരുപാട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫ്രാക്ഷൻസിനെ കൂട്ടാനും കുറയ്ക്കാനും എങ്ങനെ വരികയാണെങ്കിൽ 2ൽ കൂടുതൽ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് LCM മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 3 ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലെ? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? നമ്മുടെ ഈ 4 ഓപ്ഷനിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ? ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം അവിടുത്തെ സെയിം ആണ് അല്ലെ? ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെയും 7 ആണ്. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, ഓക്കെ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. 2 3 4 5 അല്ലെ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള ഭിന്നസംഖ്യകളിലെ ഏറ്റവും ചെറുതും വലുതും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ന്യൂമറേറ്റേഴ്സിൽ ശ്രദ്ധിക്കുക. ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും ഇവിടുത്തെ ചെറിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടുത്തെ ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ? ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/7 ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാ? 2/7 ആയിരിക്കും അല്ലെ? ബാക്കിയെല്ലാം നോക്കൂ. 3/7 4/7 5/7 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ്? ന്യൂമറേറ്ററിലേക്ക് നോക്കാം. ന്യൂമറേറ്ററിലേക്ക് നോക്കിയിട്ട് അതിൽ ചെറിയ ന്യൂമറേറ്റർ ഏതാണോ അതായിരിക്കും അവിടുത്തെ ചെറിയ ഫ്രാക്ഷൻ. ഈ വലിയ ന്യൂമറേറ്റർ ഏതാണോ അതായിരിക്കും അവിടുത്തെ വലിയ ഫ്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഏതാ? 2/7 ആയിരിക്കും. സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആണ് ചോദ്യം. ഇവിടുത്തെ വലിയ ഫ്രാക്ഷൻ ഏതാ? ദാറ്റ് ഈസ് 5/7 അല്ലെ? ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/7 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിന്റെ ചെറുതും വലുതും കണ്ടുപിടിക്കുക? എന്ത് സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടുത്തെ ന്യൂമറേറ്റേഴ്സ് ആണ് സെയിം. ഇവിടെ 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5. ഓക്കെ. ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്, ഡിനോമിനേറ്റേഴ്സിൽ ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഡിനോമിനേറ്റേഴ്സ് സെയിം, ന്യൂമറേറ്റർ ഡിഫറെന്റ് ആയിട്ടുള്ള കേസായിരുന്നു. അവിടെ എന്ത് പറഞ്ഞോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സ് സെയിം, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റും ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തിലേക്കാണ്? ഡിനോമിനേറ്റേഴ്സിലേക്ക് നോക്കുക. എന്നിട്ട് ഡിനോമിനേറ്റർ വലുതായതായിരിക്കും ഇവിടുത്തെ ഏറ്റവും ചെറുത്. ആൻഡ് ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണോ ഡിനോമിനേറ്റർ ചെറുതായി കിടക്കുന്നത് അതായിരിക്കും എന്ത്? വലിയ ഫ്രാക്ഷൻ. എവിടെയാണോ ഡിനോമിനേറ്റർ വലുതായി കിടക്കുന്നത് അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ.
അപ്പൊ ഇവിടുത്തെ കേസിൽ ഏതാണ് ലാർജസ്റ്റ് ഫ്രാക്ഷനിലെ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണ്? ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണ്? 7 ആണോ 9 ആണോ 8 ആണോ 11 ആണോ? 7 അല്ലേ? സോ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? 5/7 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ ഇവിടുത്തെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതായിരിക്കും? 5/7 ആയിരിക്കും ഇവിടുത്തെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലാർജസ്റ്റ് ഫ്രാക്ഷൻ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ കണ്ടുപിടിക്കാൻ അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്ന് വെച്ചാൽ പക്ഷേ പ്രത്യേകത എന്താ? ഇവിടുത്തെ ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്, ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ആണ്. ന്യൂമറേറ്റേഴ്സ് ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിൽ അല്ലെ എങ്ങനെ ചെറുതും വലുതും കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ആദ്യത്തെ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുന്നു. 4/7നെയും 5/9നെയും. സോ നമ്മൾ ആദ്യം എന്ത് എഴുതി വെക്കുന്നു? 4/7 5/9 എന്ന് എഴുതുന്നു. എന്നിട്ട് ഇതിലെ ചെറുത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു അല്ലെ. 4 × 9 36. എവിടെയാണോ നമ്മൾ ന്യൂമറേറ്റർ എടുക്കുന്നത്, ഇതിന്റെ ന്യൂമറേറ്റർ ആണല്ലോ ഇവിടെ എടുത്തേക്കുന്നത്, അതിന് താഴെയായിട്ട് 36 എഴുതി വെക്കും. Then 7 × 5 34 അല്ലെ. സോ ഇവിടെ ആയിരുന്നു നമ്മൾ ന്യൂമറേറ്റർ എടുത്ത്. സോ അതിന് താഴെയാണ് 35 എഴുതി വെച്ചത്. 9 4 36 7 5 35. ഇതിന്റെ ചെറുത് ഏതാ? 35 ആണ് അല്ലെ. അപ്പൊ 35 ചെറുതാണെങ്കിൽ ഇവിടെ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? 5/9 ആണ്. 4/7 5/9 ചെറുത് ഏതാണ്? 5/9 ആണ്. അപ്പൊ നമുക്ക് ഇനി 4/7 അല്ല ഏറ്റവും ചെറുത്, നമുക്ക് ക്ലിയർ ആയി അല്ലെ. 4/7 എന്തായാലും 5/9നേക്കാളും വലുതാണ്. അപ്പൊ ഏറ്റവും ചെറുത് എന്തല്ല? 4/7 വിട്ടു. ഇനി നമ്മൾ ഏതൊക്കെ കമ്പയർ ചെയ്യണം? 5/9നെയും 3/8നെയും കമ്പയർ ചെയ്യണം. സോ എന്ത് ചെയ്യണം? 5 × 8 എത്രയിടാ? 14. അടുത്ത 9 × 3 9 × 3 എത്രയിട്ടു? 27 അല്ലെ. 40 ആണോ 27 ആണോ ചെറുത്? 27 അല്ലേ അല്ലെ. അപ്പൊ ഇവിടുത്തെ അടുത്തത് നമുക്ക് കിട്ടി. ഏതാണ്? 27 ആയിരിക്കും ഇവിടുത്തെ, സോറി 3/8 ആയിരിക്കും ഇവിടുത്തെ അടുത്ത ചെറുത് എന്ന് നമുക്ക് കിട്ടി അല്ലെ. ഇനി 3/8നെയും 7/9നെയും നമുക്ക് കമ്പയർ ചെയ്യണം. 3/8 7/9 അല്ലെ. സോ എത്രയാ? 3 × 9 27 അല്ലെ. പിന്നെ 7 × 8 56. അപ്പൊ ഇതിലെ ചെറുത് ഏത് തന്നെയാണ്? 3/8 തന്നെയാണ് അല്ലെ. 27 ആണല്ലോ ചെറുത്, അപ്പൊ 3/8 തന്നെയാണ് ചെറുത്. സോ ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഓപ്ഷൻ സി 3/8 ആയിരിക്കും ഏറ്റവും ചെറുത്. ക്ലിയർ? യെസ്. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? 3/8 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറുതായിട്ട് വരിക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1/2 + 2/3 - 1/4 - 5/6. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ. എന്തെടുക്കണം? 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും LCM കണ്ടുപിടിക്കണം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2 3 4 6 അല്ലെ. LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. പക്ഷെ 6 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. 6 4ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ, അല്ല. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്ത 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കും. 12 നമുക്കറിയാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ LCM എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ LCM 12 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ദെൻ നമ്മൾ നോക്കി 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 6 കൊണ്ടാണ്. അതേ 6 കൊണ്ട് മുകളിൽ ഗുണിക്കാം. 1 × 6 6 എന്ന് എഴുതി. പിന്നെ അടുത്ത ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എന്ന് എഴുതി. ദെൻ 3നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. അതേ 4 കൊണ്ട് മുകളിൽ ഗുണിക്കുക. 2 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് അല്ലെ. സോ അടുത്ത് മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആ മൈനസ് അതേപോലെ എഴുതി. 4 × 3 ആണ് 12. അതേ 3 വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഓക്കെ, അടുത്ത 6നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. അതേ 2 വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അവിടെ മൈനസ് ആണ്. സോ മൈനസ്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര കിട്ടാം? 6 കിട്ടും. 14 14ന്ന് 3 പോയാൽ 11 11 10 പോയാൽ എത്ര വരിക? 1 1/12 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. കണ്ടോ, എളുപ്പത്തിൽ കിട്ടുന്നില്ലേ? LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. LCM എന്തായാലും കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ തന്നെ പഠിക്കണം. കാരണം ഇത് ഇവിടെ മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ട് വരും, മറ്റു പല ചോദ്യങ്ങളും നമുക്ക് ഇത്തരം ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മൂവിങ്. അടുത്ത ചോദ്യം എന്താ? 15/4 നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് അല്ലെ. 15/4 എന്ന് പറയുന്നത് എന്ത് ഫ്രാക്ഷൻ ആണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരികയാണെങ്കിൽ, ന്യൂമറേറ്റർ ആയിട്ട് വലുത് ഡിനോമിനേറ്റർ ആയിട്ട് ചെറുതും വരികയാണെങ്കിൽ നമ്മൾ അത്തരം ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ആ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമ്മൾ സാധാരണ 15നെ 4 കൊണ്ട് ഹരിക്കുന്ന പോലെ ഹരിച്ചു നോക്കാം. 15/4. ഞാനിപ്പോ ഇവിടെ എഴുതി ഹരിക്കുന്നതുള്ളൂ, മനസ്സിൽ ചെയ്യാം. മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. 15ൽ 4 എത്ര പ്രാവശ്യം പോവും? നമുക്കറിയാം 3 പ്രാവശ്യം പോവും. 3 × 12 ആണല്ലോ. 15 4 എത്ര പ്രാവശ്യം പോയി? 12 പ്രാവശ്യം പോയി. ബാക്കി എത്രയാണ് ശിഷ്ടം? 3 ശിഷ്ടം അല്ലെ. നമുക്ക് ഹരിച്ചപ്പോ കിട്ടിയ ആ 3 ആദ്യം എഴുതി വെക്കാം. ഓക്കെ,
ദെൻ കിട്ടിയ ശിഷ്ടമായിട്ടുള്ള 3 അടുത്തതായിട്ട് ഇവിടെ എഴുതുക ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര കൊണ്ടാണോ ഹരിച്ച് അത് താഴെ എഴുതുക. സോ ഇതായിരിക്കും ഇതിന്റെ മിക്സ്ഡ് ഫ്രാക്ഷന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്ത് നമ്മൾ ഹരിച്ചപ്പോൾ കിട്ടിയ ആൻസർ ആദ്യം എഴുതി. ഓക്കെ, അതിനെ പൂർണ്ണസംഖ്യയായിട്ട് നമ്മൾ എഴുതി. ദെൻ ഫ്രാക്ഷൻസിലെ ന്യൂമറേറ്റർ ആയിട്ട് ഓക്കെ എപ്പോഴും ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ഹോൾ നമ്പർ ഉണ്ടാവും. ആ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെ കിട്ടിയ നമുക്ക് ഹരിച്ചപ്പോൾ കിട്ടിയ ആൻസർ ഹോൾ നമ്പർ ആണ്. ദെൻ അടുത്തൊരു ഫ്രാക്ഷൻ ഉണ്ടാവും അല്ലെ, പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടാവും. ആ പ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ, നമുക്ക് ഹരിച്ചപ്പോൾ കിട്ടിയ മുകളിൽ എഴുതുക, ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ നമ്മൾ എന്തുകൊണ്ടാണോ ഹരിച്ച് അത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. സോ 3 ആയിരിക്കും ഇവിടെ. ക്ലിയർ ആണല്ലോ? യെസ്. മൂവിങ് 8 1/7 നമുക്ക് എങ്ങനെ, അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ഈ 8നെ 7 കൊണ്ട് ഗുണിക്കാം. 8 × 7 എത്രയാ, 8 × 7 എന്ന് പറഞ്ഞാൽ 56 ആണ് അല്ലെ. ആ ഇവിടെ ഇങ്ങനെ ഗുണിക്കാം, എന്നിട്ട് ഈ 56നെ ഈ മുകളിലുള്ള 1 വെച്ച് ഓക്കെ 56 + 1 എത്ര കിട്ടാം 57. സോ ആ 57 മുകളിൽ എഴുതുക ഡിവൈഡഡ് ബൈ നമ്മൾ എന്തുകൊണ്ടാണ് ഹരിച്ചിരുന്നത് ഇവിടെ 7 കൊണ്ടാണ്, ആ 7 അതേപോലെ എഴുതുക. അതായത് നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻ ഒരു മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഹോൾ നമ്പർ ഉണ്ടാവും, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടാവും അല്ലെ. ആ പ്രോപ്പർ ഫ്രാക്ഷനിൽ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. അപ്പൊ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, ഹോൾ നമ്പറിന് നമ്മുടെ ഡിനോമിനേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ അതിനോടൊപ്പം ന്യൂമറേറ്റർ കൂട്ടുക, കൂട്ടുന്ന കിട്ടുന്ന സാധനം നമ്മുടെ ആൻസറിലെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിവൈഡർ ബൈ താഴെ അവിടുത്തെ കേസിൽ പ്രോപ്പർ ഫ്രാക്ഷനിൽ എന്താണോ ഡിനോമിനേറ്റർ ആയിട്ടുണ്ടായിരുന്നത് അതേ ഡിനോമിനേറ്റർ നമ്മൾ എഴുതി വെക്കാം. സോ ദ ആൻസർ ഈസ് 57/7. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ, 57/7 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 5/1/4 ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എന്തായിരിക്കും ഇവിടെ വരിക, ഇവിടെ എന്തായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷന്റെ ഫോം എന്നുള്ള സാധനം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവോ? 5/1/4 കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. മൂവിങ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ, 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 1/10 എത്രയാണ്? ഓക്കെ, ഇങ്ങനെ 1 - 1/2, അതുപോലെ തന്നെ അടുത്തത് 1 - 1/3, ഓക്കെ, അടുത്ത് 1 - 1/4, ഇങ്ങനെ 1/2 1/3 1/4 അല്ലെ. ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കൂ 2 3 4 5, അടുത്ത 5 വരുന്നു. അങ്ങനെ ഇങ്ങനെ 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 പോവുകയാണെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4ന്റെ ആൻസർ 1/4 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ അതായിരിക്കും അവിടുത്തെ ആൻസർ. ഇങ്ങനെ തന്നെ പോണം കേട്ടോ, 1 - 1/, അങ്ങനെ തന്നെ പോണം. അതായത് 1 - 1/2 ഇൻറ്റു ഓക്കെ 1 - 1/3 ഇൻറ്റു അടുത്ത 1 - 1/4 ഇൻറ്റു ഇങ്ങനെ എക്സെട്ര. അങ്ങനെ 1 - 1/n ആണ് ആൻസർ എങ്കിൽ, സോറി ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും 1/n ആയിരിക്കും. ഇവിടെ ലാസ്റ്റ് എന്താണോ വരുന്നത് ആ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? എല്ലാവരും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ, 1 - 1/2 പിന്നെ 1 - 1/3, സോറി ഇവിടെ 1 - 1/4 അല്ല കേട്ടോ, ഇവിടെ 1 - 1/3 ആണ്, അടുത്ത 1 - 1/4 പിന്നെ 1 - 1/5 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സാധനത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന 1 - 1/n എന്ന് പറയുന്ന സാധനം ഉണ്ടാവുമല്ലോ, ആ 1/n ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തൊന്നും നോക്കണ്ട, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതന്നെ ആൻസർ കിട്ടാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക, 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 1/10. നമുക്ക് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് എത്രയാ 1/10 അല്ലേ. സോ ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ, 1/10 ഈസ് ആൻസർ. 1/10 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് ഈക്വൽ ടു 1 ആയ എക്സിന്റെ വില എന്താ എന്നുള്ളതാണ് ചോദ്യം. സോ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ഇവിടെ 1/2 ഇത് എന്താ വരുന്നത്, 1/4 എന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ ആണ്. അടുത്ത എന്താ വരുന്നത് 1/8 എന്ന് പറഞ്ഞാൽ 1/2ന്റെ ക്യൂബ് ആണ്. അടുത്ത 1/16 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇങ്ങനെ എക്സെട്ര 1/2n പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ 1/2n എന്ന് വെച്ചാൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ എക്സിന് തൊട്ട് മുമ്പിലായിട്ട് എഴുതിയിരിക്കുന്ന 1/2n എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതായിരിക്കും ആൻസർ. ഇവിടെ താഴെ എല്ലാം 2ന്റെ പവേഴ്സ് ആയിരിക്കണം കേട്ടോ, ഡിനോമിനേറ്റേഴ്സ് എല്ലാം നോക്കൂ 2 4 8 16 അടുത്ത 32 വരും 64 അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ മാത്രം ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 1/2n ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലോ എക്സ് എത്രയായിരിക്കും, എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ 1/16 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഹിയർ ദ ആൻസർ ഈസ് 1/16.
സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സാധനത്തിന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ് അല്ലെ. 6/7, 1/3, 7/9, 3/8 എന്നുള്ള സാധനത്തിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഓർഡർ എന്നുള്ളതാണ് ചോദ്യം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം അല്ലെ. ചെറിയ ഭിന്നസംഖ്യയിൽ നിന്ന് വലിയ ഭിന്നസംഖ്യയിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെ നമ്മൾ എഴുതും? ഏറ്റവും ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതിൽ ഏറ്റവും ചെറുതല്ല എഴുതേണ്ടത്. സോ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ, 6/7, 1/3 കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു അല്ലെ. 6/7, 1/3. സോ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്, ന്യൂമറേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഉള്ളു വഴി അല്ലെ. സോ 6 × 3, 6 × 3 എത്രയാ? 18 അല്ലെ. 7 × 1 എത്ര കിട്ടാം? 7. സോ നമുക്ക് കിട്ടി 1/3 ആണ് ഇവിടെ ചെറുത് അല്ലെ. സോ ഇനി ആ 1/3നെയും എത്രയും നമ്മൾ കമ്പയർ ചെയ്യുന്നു? 7/9 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ചെറുത് എന്തായാലും 6/7 അല്ല, നമുക്ക് ക്ലിയർ ആണ്. 1/3 ആണ് അതിലെ ചെറുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി 1/3നെയും 7/9 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതായത് ഈ രണ്ടെണ്ണത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 1/3 7/9 നമുക്ക് നോക്കാം. 9 9 അല്ലെ, 3 21. അതിലും ചെറുത് ഏത് തന്നെയാണ്? 1/3 തന്നെയാണ് അല്ലെ. ഇനി ആ 1/3നെയും ഏതിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു? 3/8നെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? 8 8 3 9 അല്ലെ. അപ്പൊ അവിടെയും നമുക്ക് കിട്ടി 1/3 ആണ് ചെറുത്. അപ്പൊ ഈ 4 എണ്ണത്തിലും ഏറ്റവും ചെറുത് ഏതാണ്? 1/3 ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്ന ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 1/3 ആയിരിക്കും. 1/3 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഭിന്നസംഖ്യ? രണ്ടാമത്തെ അല്ലേ. സോ അപ്പൊ നമുക്ക് ഉറപ്പായി 2 ആണ് ഏറ്റവും ആദ്യം വരിക. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ സി അല്ല. ഓപ്ഷൻ എയിലും സിയിലും ഒന്നാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. അതായത് ഒന്നാമത്തെ ഭിന്നസംഖ്യയാണ് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും അല്ല എന്നുള്ള ക്ലിയർ ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഡൗട്ട് എന്താണ്? 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏത് വരും എന്നുള്ളതാണ്. ഈ രണ്ട് ഓപ്ഷൻ നോക്കൂ. 2 കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്ന ഏതാണ്? ഇവിടെ 4, ഇവിടെയും 4 ആണ്. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് നാലാമത്താണ് അടുത്ത ചെറുത് എന്നുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് രണ്ട് ഓപ്ഷനിലും 4 എന്നുള്ളത് വന്നുകൊണ്ട് നാലാമത്തെ അതായത് 3/8 ആണ് അത് കഴിഞ്ഞാലുള്ള ചെറിയ ഭിന്നസംഖ്യ എന്നുള്ള ക്ലിയർ ആണ്. അടുത്ത പരിപാടി നമ്മുടെ എന്താണ്? ബാക്കിയുള്ള രണ്ട് ഭിന്നസംഖ്യകളിൽ ഏതാണ് ചെറുത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അതായത് 2ലും 3ലും അല്ല, 1ലും 3ലും ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് 1 3 എടുത്ത് കമ്പയർ ചെയ്താൽ പോരെ? ഇതിൽ ചെറുത് കണ്ടുപിടിച്ചാൽ പോരെ? 6/7 7/9 നമ്മൾ കമ്പയർ ചെയ്യാം അല്ലെ. എത്ര വരിക? 9 × 6 54 അല്ലെ. 7 × 7 49. അപ്പൊ ചെറുത് ഏതാ? 7/9 ആണ് ചെറുത് അല്ലെ. സോ ദാറ്റ് മീൻസ് 7/9 പറഞ്ഞാൽ എത്രാമത്തെയാണ്? മൂന്നാമത്തെയാണ്. അപ്പൊ 2 4 3 1 ആയിരിക്കും ഇവിടെ ആൻസർ. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും ചെറുത് ആദ്യം കണ്ടുപിടിക്കാം തന്നിരിക്കുന്നതിൽ. എന്നിട്ട് നമ്മൾ ഓപ്ഷനിൽ നോക്കി അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഇപ്പൊ 2 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയൊന്നും ചെയ്ത് നോക്കണം. അത് തന്നെയായിരിക്കും ആൻസർ. ഇനി അല്ല അങ്ങനത്തെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കും 2 4 ആണ് രണ്ടിലും തുടക്കം. അപ്പൊ പിന്നെ എന്തായാലും നാലാമത്തെ ഭിന്നസംഖ്യ ആയിരിക്കും അതിലെ രണ്ടാമത്തെ ചെറിയ ഭിന്നസംഖ്യ നമുക്ക് ഉറപ്പാണ്. സോ അത് നമ്മൾ പിന്നെ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ പിന്നെ മൂന്നാമത്തെ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും അടുത്തതായിട്ട് വരും. എന്നതിന് ശേഷമായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ നമ്മൾ എഴുതും അല്ലെ. അപ്പൊ 2 4 3 1 ആണ് വരിക. ഇനി ഇത് നേരെ തിരിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും വലുത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള 3 സംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് ബാക്കിയുള്ള രണ്ട് സംഖ്യകളുടെ വലുത് കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വലുതും ചെറുതും അല്ലെങ്കിൽ വലുതും ചെറുതും കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ പറഞ്ഞാലും നമ്മൾ ഇതും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? യെസ്. ഈ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ ഇട്ടിരുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, ഇതിലെ പല ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീ ആയിട്ട് കണ്ടുമുട്ടും. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.